ആവേശത്തിന്റെ പരകോടിയിലേക്ക് ഉയരുകയാണ്. ഇവിടെ ഈ പുന്നമടക്കായലിന്റെ ഇരുകരകളിലും നോക്കൂ, നൂറുകണക്കിന് ആയിരക്കണക്കിനായ വള്ളംകളിപ്രേമികൾ ഓരോ ബോട്ടിന്റെയും ഓരോ ബോട്ട് ക്ലബിന്റെയും ആരാധകർ തടിച്ചുകൂടി നിൽക്കുന്നു. ഇവിടെ അടുത്തടുത്തുള്ള കപ്പലുകളിൽ അടുത്തടുത്തുള്ള ബോട്ടുകൾ, അപ്പുറത്തെ ബോട്ടുകളിൽ മാവേലി നിൽക്കുന്നു. താഴെ വെള്ളത്തിൽ നിറയധികം ആള്, മൊത്തം ആകാശത്ത് മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷം. അങ്ങനെ മൊത്തത്തിൽ വലിയ ആവേശം നിലനിൽക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഓരോ ചുണ്ടൻവള്ളം എൻട്രി നടത്തുന്നുണ്ട്. നേരത്തെ പോയത് ഏത് ചുണ്ടനായിരുന്നു? നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പള്ളാത്തുരുത്തി ബോട്ട് അല്പം പോയി, മേൽപ്പാടം പോയി. അതിന്റെ പ്രൗഢി, ഓരോ വള്ളങ്ങളിലെ പ്രൗഢി, അതിന് ആർപ്പ് വിളിക്കുന്ന ആരാധകർ. ഇവിടെ ഉത്സവ പ്രതീതിയാണ്, പൂരമാണ്, ജലത്തിലെ പൂരം, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. വിജയകുമാർ, അതാണ് ഇവിടെ ഇതാ നോക്കൂ, നമ്മൾ ഈ പുന്നമടയുടെ തീരത്ത് ഈ നെഹ്റു ട്രോഫിക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ മത്സരത്തിന് അതിൻ്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ തുടങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ ഇത്തവണ ഏറെ പ്രത്യേകതകളുണ്ട്. മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഒരു ഓണക്കാലത്തിൻ്റെ മധ്യത്തിലാണ് ഇത്തവണ നെഹ്റു ട്രോഫി നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച ആയിരുന്നുവെങ്കിൽ ഇത്തവണ ഓണത്തിനോട് അനുബന്ധിച്ച്, അതായത് ഓണം ആഴ്ചയിലാണ് ഈ വള്ളംകളി, ഈ നെഹ്റു ട്രോഫി പുന്നമടയിൽ അരങ്ങേറുന്നത്, ഓളപ്പരപ്പിനെ തീപിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവേശം ഇരട്ടിക്കുകയാണ്. കേരളം ഓണാഘോഷത്തിലേക്ക് ഇങ്ങനെ സാവധാനം നടന്നെടുക്കുമ്പോൾ അതിൻ്റെ വേഗം കൂട്ടിക്കൊണ്ടാണ് ഇവിടെ പുന്നമടയിൽ ഓളപ്പരപ്പിനെ തീപിടിപ്പിക്കുന്ന ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് ഇവിടെ കേളികൊട്ടുയരുന്നത്. 2 മണിക്ക് ശേഷം ഉദ്ഘാടന സമ്മേളനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നടത്തുന്നത്. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആ ഹീറ്റ്സ് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ട്രാക്ക് എൻട്രി നടക്കുകയാണ്. നോക്കൂ, ട്രാക്ക് എൻട്രി, ഓരോരോ ചുണ്ടൻ വള്ളങ്ങളായി ട്രാക്ക് എൻട്രി നടത്തുന്നു. അവർ ഇപ്പോൾ നടത്തുന്ന വേഗത, അവർ യഥാർത്ഥ മത്സരത്തിൽ വരാൻ പോകുന്ന വേഗതയുടെ പകുതി പോലുമില്ല. വരുന്നു മനോഹരമായ BBC കൈനകരിയുടെ ചുണ്ടൻ വള്ളം. BBC കൈനകരിയുടെ വള്ളം വരുന്നതാണ്. നോക്കൂ, അതിന്റെ ആവേശം, അതിന്റെ ആവേഗം. ഈ പറയുന്ന രീതിയിൽ ഓളപ്പരപ്പിലെ സർപ്പത്തെ പോലെ കുതിച്ചു പായാൻ പോകുന്ന BBC കൈനകരിയുടെ ആ ചുടക്കുട്ടന്മാർ കരുതാകം പോലെ പോകുന്ന ആ ചുണ്ടവള്ളം കാണുന്നതൊക്കെ ട്രാക്ക് എൻട്രി മാത്രമാണ്. ഇതൊക്കെ വരാൻ പോകുന്ന വലിയ വലിയ ആവേശത്തിന്റെ സാമ്പിൾ മാത്രമേ ആകുന്നുള്ളൂ ഈ ട്രാക്ക് എൻട്രി. ഇത് ഓരോ വള്ളം അവതരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഓരോ വള്ളം ട്രാക്ക് എൻട്രി എന്ന് പറയുമ്പോൾ അവതരിക്കലാണ്. അങ്ങനെ അവതരിക്കുമ്പോഴും അതിന്റെ ആരാധകർ അവിടെ കരകൾ ഇരുകരകൾ ആർപ്പ് വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നെഹ്റു പാലിൽ നിന്നും മനീഷ് മഹിപ്പാൽ ചേരുന്നുണ്ട്. മനീഷ്, ഇനിയിപ്പോൾ അല്പസമയം മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നേരെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ്, ഓരോ ഹീറ്റ്സും ഇപ്പോൾ 3-4 ഹീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു മരണ ഹീറ്റ്സാണ്. അത് കഴിയുമ്പോഴേക്കും അതിന്റെ ഫൈനലിലേക്ക് എത്തുമ്പോഴൊക്കെ ഇക്കുറിയും ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ പുന്നമടയിലുണ്ട്. മനീഷ്, അഷ്മി, എല്ലാവരും ചർച്ച ചെയ്യുന്നത് പുന്നമടയെ പറ്റിയും ഒപ്പം തന്നെ പള്ളാത്തുരുത്തിയെ പറ്റിയും തലവടിയെ പറ്റിയും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഒരു ചുണ്ടൻ എത്തുമോ എന്ന ആകാംക്ഷയോട് തന്നെ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. അത് കോട്ടയത്തിന്റെ സിംഹമാണ്, കുമരകത്തിന്റെ പായും പുലിയാണ് കുമരകത്തിന്റെ KTBC പായിപ്പാടൻ ചുണ്ടനോട് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ തവണ ഫൈനലിലെത്തിയ വള്ളമാണ്, ചുണ്ടനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രവചനം നടത്തുക ഇവിടെ അസാധ്യമാണ്. പലപ്പോഴും BBC ഇവിടെ 6-ാം തവണ തുടർച്ചയായി വിജയിക്കാൻ പോകുന്നു എന്ന് പലരും പ്രവചിക്കുന്നു. അതിനൊത്തിരി ആരാധകരുണ്ട്, UBCക്കും ആരാധകരുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ കടത്തി വെട്ടിക്കൊണ്ട് മറ്റൊരു ചുണ്ടൻ എത്തുമോ എന്ന് ആകാംക്ഷയോട് തന്നെ ആളുകൾ കാണുന്നുണ്ട്. ഇത്തവണ പരിശീലനത്തിലൊക്കെ തന്നെ ഒട്ടേറെ സമയം ലഭിച്ചതുകൊണ്ട് തന്നെ ഓരോ ടീമിനെയും പുതുക്കി പണിത് ആ ടീമിനെ രാഗി മെനുക്കിയെടുത്താണ് ഇന്ന് ട്രാക്കിലേക്ക് ഇറങ്ങുന്നത്. 3-ാം ഹീറ്റ്സിലായിരിക്കും തീ പാറുന്ന പോരാട്ടം നടക്കുക. ആ സമയത്ത് ട്രാക്കിൽ തീ പാറും. കാരണം ആ സമയത്ത് ഉള്ളത് UBC കൈനകരിയും PBCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഓരോ ഹീറ്റ്സിലും മത്സരിക്കുന്ന വള്ളങ്ങളിൽ ആദ്യം എത്തുന്ന വള്ളമല്ല, പക്ഷെ സമയമാണ് മാനദണ്ഡമെങ്കിൽ കൂടി 3-ാം ഹീറ്റ്സിലേക്ക് തലവടി ചുണ്ടനും മേൽപ്പാടൻ ചുണ്ടനും UBCയുടെയും PBCയുടെയും ചിറകിലേറി വരുമ്പോൾ ആ ആരാധകർ ആർത്തു വിളിക്കും. അവിടെ ആരായിരിക്കും മുന്നിലെത്തുക, ആരായിരിക്കും പിന്നിലെത്തുക എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി അതിന് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മധുര പ്രതികാരത്തിന്റെ കൂടി പോരാട്ടമാണ് ഇത്തവണത്തെ വള്ളംകളി. കാരണം കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് മാത്രം കപ്പ് നഷ്ടപ്പെട്ട വില്ലേജ് ബോട്ട് ക്ലബ്ബ്, കുട്ടനാടിന്റെ മാനസപുത്രൻ വില്ലേജ് ബോട്ട് ക്ലബ്ബിന് ഇത്തവണ അത് പ്രതികാരത്തിന്റെ പോരാട്ടമാണ്. എങ്ങനെ
എങ്ങനെയെങ്കിലും കഴിഞ്ഞ തവണ അവർ വിവാദത്തിലേക്ക് എത്തിയിരുന്നു, പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു, തങ്ങളാണ് വിജയികൾ എന്ന വാദവുമായി കോടതിയിലേക്ക് അടക്കം എത്തിയിരുന്നു. അങ്ങനെ പ്രതിഷേധത്തിന്റെ ഒരു മുറവിളി കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മധുര പ്രതികാരത്തിന്റെ പോരാട്ടമാണ് BBC വിയപുരം ചുണ്ടലിൽ തന്നെ ഒന്നുകൂടി രാഗി മിനുക്കി ഈ പുന്നമടയിൽ രണഭൂമിയിലേക്ക് എത്തുമ്പോൾ ആരാധകർ നോക്കിക്കാണുന്നു പുന്നമടയിലെ രാജാവ് ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അങ്ങനെ 6 ഹീറ്റ്സ് മത്സരമുണ്ട്.